എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്ന് നാട്ടിലേക്കുള്ള എൻ്റെ ഒരു ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. മുംബൈയിലെ ലോകമാന്യ തിലക് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു എൻ്റെ ട്രെയിൻ. പൂനെയിൽ നിന്ന് ബൈ റോഡ് മുംബൈയിലേക്ക് എത്തിയ ഞാൻ ലോകമാന്യ തിലക് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡ് വ്യൂ. വളരെ മനോഹരമായ ഒരു വ്യൂ. ജസ്റ്റ് അകത്തോട്ട് കിടക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ല വൃത്തിയുമുള്ള ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ എൻട്രൻസിലൊരു ഡിസ്പ്ലേ ബോർഡുണ്ട്. എനിക്ക് 8:45 ദുരന്തോ എക്സ്പ്രസ്സിനായിരുന്നു നാട്ടിലേക്ക് പോകേണ്ടത്. ഇതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1. അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എനിക്ക് 8:45 ട്രെയിൻ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു AC വെയിറ്റിംഗ് ഹാൾ ഒരു ബോർഡ് ഞാൻ കണ്ടു. പുറത്തുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അതിനായിട്ട് വായിച്ചിട്ട് ജസ്റ്റ് അകത്തോട്ട് കയറാമെന്ന് കരുതി. സംഭവം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. ഏകദേശം 3 മണിക്കൂറേ ഉള്ളായിരുന്നു എൻ്റെ ട്രെയിനിൽ. എങ്കിലും അവർ 4 മണിക്കൂറിനുള്ള ചാർജ് ഈടാക്കി. 1 മണിക്കൂറിന് 10 രൂപ വെച്ച് 40 രൂപ ആയിട്ടോ. അത്യാവശ്യം അവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ്, ലഗേജ് വെക്കാനുള്ള ഫെസിലിറ്റീസ്, കഴിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മെനു ബോർഡ് നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് കരുതി. എൻ്റെ ട്രെയിന് 8:45 ഈ ലോകമാന്യ തിലക് ടെർമിനൽസിൽ നിന്ന് എടുക്കുന്ന ദുരന്തോ എക്സ്പ്രസ് ആയിരുന്നു. അപ്പം ഈ പറഞ്ഞത് എനിക്ക് ആകെ ഡൗട്ടായിരുന്നു ഫുഡ് കാണുമോ ഇല്ലെന്ന്. ദുരന്തോയിൽ എല്ലാവർക്കും അറിയാം, ദുരന്തോയിലും രാജധാനിയിലൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കൊറോണയുടെ സമയത്ത് അവർ ടിക്കറ്റ് ഫെയർ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഫുഡ് കൊടുക്കുന്നത് നിർത്തിയിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഡിസ്പ്ലേ ബോർഡ് നോക്കി സമയമായി 8:45 ഞാൻ എൻ്റെ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ B2 കോച്ചിലായിരുന്നു എൻ്റെ സീറ്റ്. അങ്ങനെ ഞാൻ ഭയങ്കര സർപ്രൈസായിട്ടാണ് ആദ്യമായിട്ട് കയറി. കാര്യം ഡബിൾ ചാർജാണ് ഈ ട്രെയിനിൽ. പക്ഷേ അകത്തോട്ട് കയറിയപ്പം തന്നെ ഫുൾ നെഗറ്റീവാണ്. ഒരു വലിയൊരു ചാക്കേട്ട് എൻ്റെ ഒരു സീറ്റിൻ്റെ ഇപ്പുറത്തിരിപ്പുണ്ട്. പക്ഷേ എൻ്റെ അപ്പുറ പുറത്തായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ടൊക്കെയുള്ള വ്യൂ ഒക്കെ നോക്കി ഞാൻ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്ര വളരെ ശോകം ഒരു കോച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കിട്ടുമോ എന്ന് കാത്തിരുന്നപ്പോഴാണ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നു. ഞാൻ പിന്നെ വെള്ളവും കുടിച്ചിട്ട് മേളിൽ കയറി അപ്പുറത്തേക്ക് കിടക്കാമെന്ന് പറയാം. അപ്പോൾ എൻ്റെ കാല് അവിടെ തട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാത്റൂമിൻ്റെ അപ്പുറത്ത് ഡോറിൻ്റെ അടുത്ത സീറ്റാണ്. ഡോർ തുറക്കുമ്പോൾ എല്ലാം എൻ്റെ കാല് തട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിട്ടിരിക്കുമ്പോഴാണ് ഫുഡ് കൊണ്ടുവരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫുഡ് കാണുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. ഈ പറഞ്ഞ ഡാലും ചോറും ചപ്പാത്തിയും ചിക്കനും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഏതോ ഒരു സ്റ്റോപ്പിലെത്തി. ആകെ 5 സ്റ്റോപ്പേ ഉള്ളൂ ഈ ദുരന്തോ എക്സ്പ്രസ്സിന്. കേരളത്തിൽ കോഴിക്കോടും, അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് എറണാകുളത്തേ ഉള്ളൂ സ്റ്റോപ്പ്. വളരെ ലിമിറ്റഡ് സ്റ്റോപ്പുകളേ ഉള്ളൂ. അങ്ങനെ ഇത് ഏതോ ഒരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിട്ടേക്കുകയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ, നല്ല മഴ അന്തരീക്ഷമൊക്കെ കണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് ചായയായിട്ടൊരു ചേട്ടൻ വന്നു. ചായ എന്നൊക്കെ പറയുന്നത് മറ്റേ പൊടിയൊക്കെ ഇട്ട് ചൂടുവെള്ളം ഇട്ട് ഷുഗറൊക്കെ ഇട്ട് തരുന്ന ചായയായിരുന്നു. പൊടിച്ചായയായിരുന്നു, നല്ല പാൽ ചായയൊന്നും അല്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റും ഒരു മാംഗോ ഫ്രൂട്ടിയും അതേപോലെ സോസും കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ ഒരു ഓംപ്ലേറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം വീണ്ടും രണ്ടാമതൊരു ചായയും കൂടെ കിട്ടി. അങ്ങനെ വീണ്ടും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്ത് മഴയുടെ വ്യൂവും ഈ ഗ്രീനറിയൊക്കെ എല്ലാം കൂടെ സൈഡിൽ നിന്ന് കാണാനൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഫുഡൊക്കെ ഈ പറഞ്ഞതുപോലെ ട്രെയിനിലെ ഫുഡൊക്കെ വളരെ ഷോക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫുഡൊക്കെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്നതാണ്, മറ്റേ ഏജൻസി വഴിയൊക്കെ വരുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഫുഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കും മനസ്സിനൊരു സമാധാനമാണ്. അങ്ങനെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതുവരെ. അങ്ങനെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മംഗലാപുരം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് എന്തായിരിക്കും ഫുഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് എത്തി. സെയിം മെനു, ഈ പറഞ്ഞതുപോലെ ഡാല്, ചോറ്, അതേപോലെ തന്നെ ചിക്കൻ. അതൊക്കെ കഴിച്ചിങ്ങനെ മുമ്പോട്ട് പിന്നെ പെട്ടെന്ന് 3 മണിയായപ്പോൾ നമ്മുടെ വൈകുന്നേരം ഒരു ചായയും ചെറിയൊരു കടിയും ആലു ബിജിയുടെ ഒരു സ്നാക്സ് ബോക്സും കിട്ടി. വൈകുന്നേരം കറക്റ്റ് 7 രാത്രിത്തെ ഫുഡില്ലായിരുന്നു കേട്ടോ. 7:30 ആയപ്പോൾ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. വളരെ സന്തോഷം.